ഗൈസ്, തൽക്കാലത്തേക്ക് നമ്മൾ ഇന്നൊരു ഫുട് ആൻഡ് ബോൾ ഏജന്റ് ആവുകയാണ് കാരണത്തിരുന്ന് വീഡിയോ ചെയ്തുകൊണ്ട്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് ഇന്ന് വരുന്നൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് മുഹമ്മദനുമായിട്ട് ബന്ധപ്പെട്ടത്. മുഹമ്മദൻ അടുത്ത സീസണിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ തന്നെ കാണുമോ എന്നുള്ള സംശയങ്ങൾ ഒക്കെ തരുന്ന വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത്. മറ്റൊന്നുമല്ല, മുഹമ്മദൻ്റെ ഇൻവെസ്റ്റേഴ്സ് വിഡ്രോ ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഐ തിങ്ക് സ്ട്രാച്ചി ഗ്രൂപ്പാണ്. അതിനോടൊപ്പം തന്നെ അവരുടെ പ്ലേയേഴ്സിനും സ്റ്റാഫ്സിനും ഒക്കെ സാലറി കൊടുക്കാത്തൊരു ഇഷ്യൂ ഉണ്ട്. അപ്പം ഇങ്ങനത്തേക്കൊരു സാഹചര്യത്തിൽ ഒരു കാരണം കാണിക്കൽ ഒക്കെ കൊടുക്കുക എന്ന് പറയുന്നൊരു ഡെഡ് ലൈൻ ഡേ കൊടുക്കുന്നു എന്നുള്ള വാർത്തയാണ്. ഏപ്രിൽ 11-നാണ്. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ മുഹമ്മദൻ ഒരു വോട്ടും കാര്യങ്ങളും ഒന്നും കൊടുത്തില്ലെങ്കിൽ ചിലപ്പം അവർ അടുത്ത സീസണിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യപ്പെട്ടേക്കാം എന്നുള്ളൊരു വാർത്തയാണ് വരുന്നത്. മുഹമ്മദൻ ഈ സീസണിൽ ഫ്രാഞ്ചൈസി ഫീ പോലും കൊടുത്തിട്ടില്ല എന്നുള്ള കാര്യമാണ് വരുന്നത്. പിന്നെ ഫ്രാഞ്ചൈസി ഫീ കൊടുക്കാത്തത് കൊണ്ട് ഇപ്പം മെറിറ്റിൽ വന്നതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷേ സെൻട്രൽ പൂളിലെ റവന്യൂ കിട്ടില്ല എന്ന് പറയുന്നൊരു സാഹചര്യമാണുള്ളത്. പിന്നെ സാധാരണഗതിയിൽ എനിക്കൊരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ വന്നത്, സാധാരണഗതിയിൽ ഇങ്ങനത്തെ ഒരു പേയ്മെൻറ്റ് ഡ്യൂസ് ഒക്കെ വരുന്ന സാഹചര്യത്തിൽ ഇപ്പം ഫിഫ ബാനൊക്കെയാണ് പൊതുവേ കൊടുക്കുന്നത് കണ്ടിട്ടുള്ളത്. ഇപ്പം മുമ്പ് ISL തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഹൈദരാബാദ് എഫ്സിക്ക് ഒരുപാട് വട്ടം ഫിഫ ബാൻ കിട്ടുന്ന ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. അപ്പം ആ ഒരു സാഹചര്യമാണ് വരേണ്ടത്. പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞൊരു ടെർമിനേഷൻ കൊടുക്കും ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള അറിയില്ല. ഇനി മുഹമ്മദൻ ഫീ കൊടുക്കാതെ കളിക്കുന്നു, അവരൊരു മെറിറ്റിൽ വന്ന ടീമാണ്, അങ്ങനത്തെയൊക്കെ സാഹചര്യത്തിലാണോ എന്നുള്ള അറിയത്തില്ല. അതോ ഇനി മറ്റു കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറയാം. പക്ഷേ എനിക്കത് മനസ്സിലാവുന്നില്ല. മാത്രമല്ല, ഇവർ ടെർമിനേറ്റ് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് വന്നാൽ എവിടെ പോയി കളിക്കും? വീണ്ടും ഐ ലീഗിൽ വന്ന് കളിക്കുമോ? അതോ എവിടെ? അങ്ങനത്തെ ഒരു അനിശ്ചിതത്വവും ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ ഇപ്പോൾ 13 ടീമുകളായിരുന്നല്ലോ ഈ ഒരു ലീഗിലുണ്ടായിരുന്നു. അപ്പം ആ ഒരു ടെർമിനേറ്റ് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ വീണ്ടും അടുത്ത വർഷം വീണ്ടും 13 ടീമായിട്ട് കളിക്കണം. അപ്പോൾ 16 ടീം വന്നതിന് ശേഷം മാത്രമേ റെലഗേഷൻ കൂടി ISL ആപ്ലിക്കബിൾ ആകുന്ന സാഹചര്യത്തിലേക്ക് വരത്തുള്ളൂ എന്ന് പറയാം. അപ്പം അത് വീണ്ടും നീണ്ടു പോകുന്ന സാഹചര്യത്തിലേക്കാണോ പോകുന്നത്? അതോ ഇനിയിപ്പം ഐ ലീഗിൽ നിന്ന് കൂടുതൽ ടീമുകളെ പ്രൊമോട്ട് ചെയ്യുമോ ഈ ഒരു സാഹചര്യത്തിൽ? ഇങ്ങനെയൊക്കെയുള്ള പല ക്വസ്റ്റ്യൻസ് അവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. എന്നാണെങ്കിലും മുഹമ്മദൻ്റെ ഒരു സിറ്റുവേഷൻ കുറച്ച് ടഫാണ്. അത് നമ്മൾ സീസണിൽ കണ്ടിട്ടുള്ളതാണ്. അപ്പം തന്നെ റൂമേഴ്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പം ആ കാര്യങ്ങൾ ആക്റ്റീവായിട്ടുള്ള തരത്തിൽ ന്യൂസസ് വരികയാണ്. എനിക്കൊരു അഭിപ്രായമില്ല അങ്ങനത്തെ ഒരു ടെർമിനേഷൻ പരിപാടികൾ. ഇപ്പം മുമ്പ് FSDL തന്നെ ഹൈദരാബാദ് എഫ്സിക്കും അല്ലെങ്കിൽ പല ടീമുകൾക്കും ഇൻവെസ്റ്റേഴ്സിനെ കണ്ടെത്തുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സാഹചര്യം ട്രൈ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. FSDLൻ്റെ ഡ്യൂട്ടിയാണെന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ അങ്ങനെ FSDL പലർക്കും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ക്ലബ്സ് ഇത്രയും ഒരു ഹിസ്റ്റോറിക് ആയിട്ടുള്ള ക്ലബ്ബാണ്. ഇൻവെസ്റ്റേഴ്സൊക്കെ എന്താണെങ്കിലും വരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത്. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? തീർച്ചയായിട്ടും കമ്പോസിന് സൈനിങ് ഓഫ്.